കയ്യും കാലും ഒക്കെ പൊട്ടിയെങ്കിൽ എന്താ, വിചാരിച്ച കാര്യം ഞാൻ നടത്തിയല്ലോ. ആ സ്ലോ പോയിസൺ ചേർത്ത ടോണിക്ക് അഖിലയുടെ മുറിയിൽ വെക്കാൻ കഴിഞ്ഞല്ലോ. അമ്മേ, വിഷം കലർത്തിയ ടോണിക്ക് അഖില അമൃത് പോലെ കുടിച്ചോളും. പതുക്കെ പതുക്കെ അഖില മരിച്ചോളും. ഇതിൽ പരം സന്തോഷം വേറെ എന്താ ഉള്ളത്? അയ്യോ, അഖില മരിച്ചു വീഴുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കാം. അപ്പൊ ഈ വേദനയ്ക്ക് ഒരാശ്വാസം കിട്ടും. അയ്യോ, എന്റെ കാലേ. അന്തസ്സായി നടന്നുകൊണ്ടിരുന്ന ഞാനാ ഇങ്ങനെ ഞൊണ്ടി ഞൊണ്ടി നടക്കുന്നത് എന്താണെന്ന് അഖിലേച്ചി ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയും? അയ്യോ, ദൈവമേ. വിലാസിനെ. ഓ ചേച്ചി, കോഫി വേണം. എന്റെ മുഖം പോലും കണ്ടില്ല, അതിനു മുമ്പ് കോഫി? ഈ കാലിൽ വെച്ച് കിച്ചൺ വരെ ചെന്ന് ഞാൻ എങ്ങനെ കോഫി പറയും? രാവിലെ ഇത്രയും നേരമായിട്ടും ചേച്ചിക്ക് ആരും കോഫി തന്നില്ലേ? ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാത്ത ജോലിക്കാരും. എന്താ, എനിക്കൊരു കോഫി എടുത്തു തരാൻ നിന്നെ കൊണ്ട് പറ്റില്ലേ? എന്താ ചേച്ചി ഈ പറയുന്നേ? ചേച്ചിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുന്നതിൽ എനിക്ക് എന്ത് സന്തോഷാണെന്ന് അറിയോ? ഒരു കോഫിയല്ല, 9 കോഫി ഞാൻ ചേച്ചിക്ക് കൊണ്ടുതരും. 9 കോഫിയൊന്നും വേണ്ട, എനിക്ക് ഒരു കോഫി മതി. ഇപ്പൊ തരാം. ദൈവമേ, ഈ വയ്യാത്ത കാലം വെച്ച് ഞാൻ കിച്ചൺ വരെ എങ്ങനെ നടന്നു പോവും? വിലാസിനി. ഓ, എന്താ ചേച്ചി? എന്താ ഇത്? മനസ്സിലായില്ല. എന്ത് പോക്കാ ഇതെന്ന്? ഇങ്ങനെ അനങ്ങി അനങ്ങി പോയാ എപ്പോ കോഫി എടുത്തോണ്ട് വരാനാ? ഒന്ന് വേഗം പോയി എടുത്തോണ്ട് വാ. ഞാൻ ഓടിപ്പോവാ. അയ്യോ, Good morning, Auntie. Good morning. ചേച്ചി, കോഫി. വിലാസിനെ. എന്താ ചേച്ചി? എന്താ ഇത്? കോഫി. കോഫിയുടെ കാര്യമല്ല ചോദിച്ചേ, നിന്റെ കാലിന് എന്താണെന്നാ ചോദിച്ചേ. അത് നീ വല്ലയിടത്തും വീണോ? ചെറുതായി ഒന്ന് വീണു. വീണൊന്നോ? എവിടെ? ബാത്റൂമില്, ഇന്നലെ രാത്രി. വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല, എന്നാലും ഒന്ന് തെന്നി വീണു. എന്താ ആന്റി പറയുന്നത്? എന്നിട്ട് രാത്രി തന്നെ ഞങ്ങൾ ആരെ ആന്റി ഒന്ന് വിളിക്കാതിരുന്ന എന്താ?
അത് പാതിരാത്രിയായി നിങ്ങൾ എല്ലാവരും നല്ല ഉറക്കത്തിലല്ലേ, ശല്യപ്പെടുത്തണ്ടെന്ന് ഞാൻ കരുതി. അത്ര കാര്യമായിട്ടുള്ള കുഴപ്പമൊന്നുമില്ല. എന്തായാലും വീണതല്ലേ, വച്ചോണ്ടിരിക്കണ്ട, ഡോക്ടറെ കാണിക്കണം. നന്ദന, ആന്റി. വിലാസിനെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ശരി ആന്റി. അയ്യോ ചേച്ചി, ഡോക്ടറെ അടുത്തൊന്നും പോകണ്ട. ഇന്നലെ രാത്രി തന്നെ ഞാൻ ഓയിൽമെന്റ് ഒക്കെ പുരട്ടി. ഇപ്പൊ വേദന കുറവുണ്ട്. അകത്ത് വല്ല ഫ്രാക്ചർ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല, ആകെ പ്രശ്നാവും. നന്ദന, ആന്റി. അവളുടെ അനുവാദം ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട, വേഗം ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ശരി ആന്റി. ആന്റി, ഹോസ്പിറ്റലിലേക്ക് പോണ്ടേ? വാ. അഖിലേച്ചി പറഞ്ഞതല്ലേ, പോവാം. പതുക്കെ. ആന്റി, ആന്റിയുടെ നടപ്പ് കണ്ടിട്ട് ഇത് ബാത്റൂമിൽ വീണാന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സത്യത്തിൽ എന്ത് പറ്റിയത് ആന്റി? എന്ത് സത്യം? ഞാൻ ബാത്റൂമിൽ തെന്നി വീണതാ, അത് തന്നെയാ സത്യം. ബാത്റൂമിൽ തെന്നി വീണ നടുവിനും തലയ്ക്കൊക്കെ അല്ലേ പരിക്ക് പറ്റുക? ഇത് ആന്റിയുടെ കാലിനാ. ആന്റി സ്റ്റെപ്പിൽ നിന്ന് ഉരുണ്ട് വീണതുപോലെ തോന്നുന്നു. ദേ, നീ കോടതിയിൽ എന്ന പോലെ എന്നെ വിസ്തരിക്കാനൊന്നും നോക്കണ്ട. നിനക്ക് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുമോ അത് പറ. ശരി, വാ, നടക്ക്. അല്ല പിന്നെ അയ്യോ, കൊലുസ്. ഭാഗ്യം കിട്ടി. അച്ഛന്റെ പെട്ടി. അച്ഛനിപ്പോ എവിടെയാ? അമ്മയില്ലാതെ വളർന്നവരല്ലേ ഞങ്ങൾ. അമ്മയുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്കൊക്കെ അച്ഛൻ ഇങ്ങനെ പോവായിരുന്നോ? ഇത്ര വലിയ തെറ്റാണോ അച്ഛൻ ഞാൻ ചെയ്തത്? എന്റെ ദൈവം, എനിക്കും അങ്ങനെ തന്നെയാകില്ല മാഡം. ഒരിക്കലും
മാഡത്തിനെ വിട്ടുവരാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല. വലിയ കുഞ്ഞ് വിളിച്ചപ്പോ മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു എനിക്ക്. മാഡം എന്നോട് പൊറുക്കണം. ഞാനും വലിയ കുഞ്ഞും തമ്മിൽ അടുത്തതുപോലെ ഇപ്പൊ തൃച്ചംബരത്ത് നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നതും വിധിയെന്നേ എനിക്ക് പറയാൻ കഴിയുന്നുള്ളൂ. ചേച്ചി വാ, എനിക്ക് വിശക്കുന്നു. ദാ വരുന്നു. ഏയ് അത് വേണ്ട, അതുകൂടി ഒന്ന് കറക്റ്റ് ചെയ്തോളൂ. ഞാൻ പറഞ്ഞ ചേഞ്ചസ് ഒക്കെ നോട്ട് ചെയ്തല്ലോ, അതെല്ലാം കൂടി ചേർത്ത് എത്രയും പെട്ടെന്ന് എനിക്കൊരു മെയിൽ അയക്കൂ. ഞാൻ അതിന് ശേഷം വിളിക്കാം. ഓക്കെ? എന്തായിരുന്നു നന്ദന, ഡോക്ടർ എന്താ പറഞ്ഞേ? ഡോക്ടർ എക്സ്റേ എടുത്ത് നോക്കിയിട്ട് ഒരു കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. വേദന കുറവില്ലെങ്കിൽ ലിഗമെന്റ്സിന് പൊട്ടലുണ്ടോ എന്നറിയാൻ MRI സ്കാൻ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഓ, ഈ ആന്റിക്ക് വല്ലാത്ത പേടിയാ. എക്സ്റേ എടുക്കാൻ വരെ പേടി. സ്കാനിങ്ങിന്റെ ഒന്നും ആവശ്യമില്ലെന്നാ പുള്ളിക്കാരി പറയുന്നത്. ഡോക്ടറോട് എന്തെങ്കിലും ഓയിന്റ്മെന്റോ പെയിൻ കില്ലറോ തന്നാ മതിയെന്നും പറഞ്ഞു. അതും വാങ്ങിയാ ഞങ്ങള് വന്നിരിക്കുന്നത്. നീ എന്താ കരുതിയിരിക്കുന്ന വിലാസിനി? നീയാണോ അതോ അവരാണോ ഡോക്ടർ? അതല്ല ചേച്ചി, എനിക്ക് എന്താന്ന് അറിഞ്ഞൂടാ, എന്തോ ഒരു പേടി. ഈ ഡോക്ടർമാരെന്ന് വെച്ചാലേ അവരുടെ ഹോസ്പിറ്റലിന് കാശുണ്ടാക്കാൻ വേണ്ടി വന്നാ എന്റെ കാല് വരെ മുറിച്ചു മാറ്റും. ഇത് കുഴപ്പമൊന്നുമില്ല, എന്റെ കാലൊന്നും മടങ്ങി, അത്രേ ഉള്ളൂ. ഇതിന് വേറെ ഓയിൽമെന്റ് മാത്രം മതി. എന്നാ പിന്നെ ഹോസ്പിറ്റലൊന്നും പോണ്ടായിരുന്നല്ലോ, നീ തന്നെ അങ്ങ് സ്വയം ചികിത്സിച്ചാ മതിയായിരുന്നല്ലോ. എന്തെങ്കിലും ചെയ്യ്. ഡോക്ടറെ ആന്റിക്ക് അയൺ ടോണിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോ? ഈ ടോണിക്കിലല്ലേ ഞാൻ സ്ലോ പോയിസൺ ചേർത്തത്? എനിക്കേണ്ട എന്തൊരു കാലുവേദന. ഞാൻ പോന്നേ. നിക്ക് ഈ ടോണിക്ക് കുടിക്കേ. അയ്യോ, എനിക്കൊന്നും വേണ്ട. അതെന്താ ആന്റി? എനിക്ക് വേണ്ട, ഞാൻ കുടിക്കൂല. ഇത് ചേച്ചി കുടിക്കുന്ന ടോണിക്കാ, ഞാൻ വേറെ വാങ്ങി കുടിച്ചോളാം. വേണ്ട. അയ്യോ, എന്താ ആന്റി ഇങ്ങനെ പറയുന്നത്? അപ്പൊ അഖിൽ ആന്റി കഴിക്കുന്നത് ആന്റിക്ക് കഴിക്കാൻ പാടില്ലേ? അയ്യോ, അതല്ല, ഞാൻ ആ അർത്ഥത്തിലൊന്നും അല്ല പറഞ്ഞത്. ചേച്ചിയുടെ ടോണിക്ക് തീർക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇത് അമൃതൊന്നും അല്ലല്ലോ കിട്ടാതിരിക്കാൻ. അയൺ ടോണിക്ക് കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ, കഴിക്ക്. നന്ദന, അയ്യോ ടോണിക്ക് കുടിക്കേ. അയ്യോ വേണ്ട, എനിക്ക് വേണ്ടി ഞാൻ വേറെ വാങ്ങി കുടിച്ചോളാം. എന്തിനാ ആന്റി ഇത്ര കടുംപിടുത്തം? ഇപ്പൊ ഈ ടോണിക്ക് അല്പം കുടിച്ചാൽ എന്താ? എനിക്ക് വേണ്ട, ഞാൻ പിന്നെ വാങ്ങി കുടിച്ചോളാം. ചേച്ചി നന്ദനയോട് ഒന്ന് പറ ചേച്ചി, എനിക്ക് ടോണിക്ക് വേണ്ട. ഈ നന്ദനയോട് ചേച്ചി ഒന്ന് പറ ചേച്ചി. വിലാസിനി, എന്താ നിനക്ക് ഇത്ര പിടിവാശി? അയൺ ടോണിക്ക് കുടിച്ചതുകൊണ്ട് ആരും ഇവിടെ ചാവാനൊന്നും പോകുന്നില്ല. വേഗം വാങ്ങി കുടിക്ക്. നന്ദന, കുടിപ്പിക്ക. ശരി ആന്റി. ഞാൻ തന്നെ വിഷം കലക്കി ചേർത്ത ടോണിക്ക് ഞാൻ എങ്ങനെ കുടിക്കും? ഇതെന്തൊരു പരീക്ഷണമാ ദൈവമേ. യോ, എങ്ങനെ രക്ഷപ്പെടും? കുടിക്കാന്റി. അയ്യോ, എങ്ങനെയുണ്ട് ആന്റി? കൊള്ളാം. അയ്യോ ചേച്ചി, എനിക്ക് നല്ല കാലുവേദന, ഞാൻ നിന്ന് കിടക്കട്ടെ. മാറി മാറി. അയ്യോ, ഒരു ടോണിക്ക് കുടിക്കുന്നതിന് കൊച്ചുകുട്ടികളെക്കാൾ വാശി. നാവാണെങ്കിലും 100 മേനിയാ.